കട സ്റ്റൈലിൽ മൺചട്ടിയിൽ ഒരു മീൻ കറി നമുക്ക് ഉണ്ടാക്കാം. അതിന് ഞാൻ 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. നല്ല ദശക്കട്ടിയുള്ള, നമുക്ക് ഏത് മീൻ അവൈലബിൾ ഉള്ള അത് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂണ് വെളുത്തുള്ളിയും 1 സ്പൂൺ ഇഞ്ചിയും നല്ലപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ചെറുതായിട്ട്. പിന്നെ നമുക്ക് 2 സ്പൂൺ മുളക് പൊടി വേണം. ഇത് കാശ്മീരി മിർച്ചാണ് എടുത്തിരിക്കുന്നത്, അത് വലിയ എരിവില്ല. ഒരു ചെറിയ സ്പൂൺ ഉലുവ നമുക്ക് പൊട്ടിക്കാം. ചെറിയ സ്പൂൺ മഞ്ഞൾ വേണം. ഞാനൊരു ചെറിയ സവോള നല്ലതുപോലെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് നമ്മളൊരു 2-3 കുടംപുളിയാണ്. ഇത് ഞാനൊന്ന് കീറിയിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്, അത് നമുക്ക് എടുക്കാം. 2 തണ്ട് കരിവേപ്പില ഇടാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ആദ്യം തന്നെ ഈ മൺചട്ടി വെച്ച് ഈ മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൺചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമുക്കൊരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ആദ്യം കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ചെറിയ സ്പൂൺ ഉലുവായും കൂടെ ഇടാം. കടുകും പൊട്ടി ഉലുവായും പൊട്ടിയിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചെറുതായിട്ട് വെച്ചിട്ട് അത് ചേർക്കാം. ഈ സമയത്ത് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചേർക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കാം. ഇഞ്ചി ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. നമുക്ക് ഈ മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ഇപ്പോൾ ചേർക്കാം. 2 സ്പൂൺ മുളക് പൊടി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്, അത് മുഴുവനും നമുക്ക് ചേർക്കാം. ചെറിയ സ്പൂൺ മഞ്ഞൾ പൊടി അതും ചേർക്കാം. നമുക്കൊന്ന് ഇളക്കാം നല്ലതുപോലെ. നമ്മൾ ഈ മൺചട്ടിയൊക്കെ ആകുമ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരാൻ ഇച്ചിരി സമയം എടുക്കും. നമ്മൾ ഗ്യാസിൽ കടയിൽ വെച്ച് ഉണ്ടാക്കുന്ന പോലെയല്ല. അതുകൊണ്ട് നമ്മളൊന്ന് നേരം ഇളക്കി മൂപ്പിച്ചിട്ട് പതിയൊന്ന് സ്ലോയിൽ പിന്നെ ആക്കിയിട്ട് വേണം പൊടിയൊക്കെ ചേർക്കാൻ. ഈ സമയത്ത് നമുക്ക് ഈ പുളി ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത്, അത് നല്ലപോലെ പുളി ഇറങ്ങാൻ വേണ്ടി നമുക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് തിളപ്പിക്കാം. മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞ് വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ. നമ്മുടെ മീനൊന്ന് മുങ്ങിയിരിക്കുന്നിടത്തോളം വെള്ളം ഒഴിക്കണം. 1 ഗ്ലാസ് തികഞ്ഞില്ലേ, നമുക്കൊരു 1/2 ഗ്ലാസ് കൂടി ഒഴിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ 2 തണ്ട് കരിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ട് വേണം നമുക്ക് മീനിടാൻ. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് മസാലയൊക്കെ. ഈ സമയത്ത് നമുക്ക് മീൻ ചേർക്കാം. മീൻ നല്ലപോലെ ഒന്ന് മുങ്ങിയിരിക്കുന്നിടത്തോളം വെള്ളം നമ്മൾ ഒഴിക്കണം. കുറവുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ചേർത്താൽ മതി. ഈ സമയത്ത് നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് സ്ലോയിൽ നമ്മളൊരു 10 മിനിറ്റ് വെക്കണം. അപ്പോഴത്തേനും നമ്മുടെ മീനൊക്കെ വെന്ത് നമ്മുടെ ചാറൊക്കെ കുറുകി ആവശ്യത്തിനായി വരും. നമുക്ക് ഇതൊരു ലിഡ് വെച്ച് തന്നെ ഇതൊന്ന് മൂടി ഒരു 10 മിനിറ്റ് വെക്കാം. നമുക്കിത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. തവിയിട്ട് നമ്മൾ ഇടക്കണ്ട. നമ്മളിങ്ങനെ ഒന്ന് ചട്ടി എടുത്ത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമുക്ക് ഒന്നും കൂടി മൂടി വെക്കാം. മീൻ റെഡിയായോന്ന് നോക്കാം. നമ്മുടെ മീനൊക്കെ ആവശ്യത്തിന് പറ്റി ഇപ്പം കറക്റ്റായിട്ട് ഇരിക്കുക. നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫാക്കാം. നല്ല മൺചട്ടിക്കകത്ത് നമ്മൾ പ്രത്യേകിച്ച് മീൻ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കപ്പയ്ക്കൊക്കെ കൂട്ടാൻ വളരെ ടേസ്റ്റിയാണ്.